വരുമേ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിലുള്ള നമ്മുടെ ദേവാലയം പെരുന്നാൾ കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ ആരാധനാഗീതങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് അമ്മയുടെ നാമത്തിൽ പരിശുദ്ധ സഭ കൊണ്ടാടുന്ന 5 പെരുന്നാളിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ സഭയുടെ പ്രഥമ മധ്യസ്ഥയായും രണ്ടാം സ്വർഗമായും അഹ്റോന്റെ തളിർത്ത വടിയായും മന്ന ഇട്ടുവെച്ച പൊൻചെപ്പായും ഒക്കെ പരിശുദ്ധ മാതാവിനെ വിശേഷിപ്പിക്കുന്നു. ഭാഗ്യവതിയായ മറിയാമിനെ കുറിച്ചുള്ള ഒരു ഗാനം നമുക്ക് ശ്രവിക്കാം. ഭാഗ്യവതിയായ മറിയാമിൻ്റെ പെരുന്നാളുകളിൽ ഒന്നാമത്തേത് ഫീസ്റ്റ് ഓഫ് അനൻസിയേഷൻ അഥവാ വചനിപ്പ് പെരുന്നാളാണ്. ഗബ്രിയേൽ ദൂതൻ കന്യക മറിയാമിന് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ ആത്മാവിനാൽ മറിയം ഗർഭം ധരിച്ച് ഉണ്ണി യേശുവിനെ പ്രസവിക്കും എന്നറിയിച്ച് സംഭവത്തെയാണ് സഭ മാർച്ച് 25 വചനിപ്പ് പെരുന്നാളായി ആചരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ഇതേക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. എൽദോ പെരുന്നാളിൽ ഏകദേശം 5 ആഴ്ച മുമ്പുള്ള ഞായറാഴ്ചയും ദേവമാതാവിനോടുള്ള വചനിപ്പിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. വാർദ്ധക്യത്തിൽ ദേവമാതാവിൻ്റെ കൃപയാൽ ഗർഭിണിയായ എലിസബത്തിൻ്റെ അടുക്കിലേക്കുള്ള മറിയാമിൻ്റെ യാത്ര ഏവർക്കും അറിയുന്ന സംഭവമാണല്ലോ. ഈ ദിവസത്തെ സഭ സ്ത്രീകളുടെ ദിനമായി കൊണ്ടാടുന്നു. അടുത്തതായി വിത്തുകൾക്കും കതിരുകൾക്കും വേണ്ടിയുള്ള അർത്ഥവത്തായ ഒരു ആരാധനാ ഗീതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. സുറിയാനി ആരാധന ഉടലെടുത്ത മധ്യപൂർവ്വ ദേശത്ത് ഗോതമ്പിൻ്റെ വിത്തിടലും വിളവെടുപ്പും വരുന്ന 2 കാലഘട്ടങ്ങളിൽ ദേവമാതാവിൻ്റെ മധ്യസ്ഥത അണച്ചുകൊണ്ട് നടത്തുന്ന 2 പെരുന്നാളുകളാണ് ജനുവരി 15 നടത്തുന്ന ഫെസ്റ്റിവൽ ഓഫ് സീഡ്സ് അഥവാ വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാളും മെയ് 15 നടത്തുന്ന ഫെസ്റ്റിവൽ ഓഫ് സ്പൈക്സ് ഓർ ക്രോപ്സ് അഥവാ കതിരുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാളും. ഈ പെരുന്നാളുകളുടെ ആചരണത്തിന് പിന്നിൽ മനോഹരമായ ഒരു കഥയുണ്ട്. 2 വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ വധിക്കാനുള്ള ഹെറോദോസ് രാജാവിൻ്റെ കൽപ്പനയിൽ നിന്നും ഉണ്ണി യേശുവിനെ രക്ഷിക്കാനായി ദൂതൻ്റെ നിർദ്ദേശപ്രകാരം ജോസഫും മറിയവും ഉണ്ണി യേശുവുമായി മിസ്രൈമിലേക്ക് പോകുമ്പോൾ ഹെറോദോസിൻ്റെ പടയാളികൾ അവരെ പിന്തുടർന്നു. ഇത് മനസ്സിലാക്കിയ ജോസഫും മറിയവും വഴി അരികിൽ ഗോതമ്പ് വിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്ന 2 കർഷകരോട് സഹായം അഭ്യർത്ഥിച്ചു. പാടത്തിന് അപ്പുറത്തേക്ക് പോകുവാനുള്ള വഴി അവർ കാണിച്ചു കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, അവർ പാടത്തിന് അപ്പുറത്ത് എത്തിയപ്പോഴേക്കും പാടത്തിലെ ഗോതമ്പ് മണികൾ വിളവെടുക്കാൻ പാകമായി നിന്നു. ആ സമയം ഹെറോദോസിൻ്റെ പടയാളികൾ അവരെ അന്വേഷിച്ച് അവിടെ എത്തി. ആ കുടുംബത്തെ കണ്ടു എന്ന് അവർ കർഷകരോട് ആരാഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിത്ത് വിതച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഇതുവഴി കടന്നുപോയി എന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ പാടം വിളവെടുപ്പിന് പാകമായി നിന്നിരുന്നതിനാൽ മാസങ്ങൾക്ക് മുമ്പാണ് അവർ കടന്നുപോയത് എന്ന് അവർ വിചാരിച്ച് പടയാളികൾ തിരികെ പോയി. അടുത്തതായി സഭ അത്യധികം പ്രാധാന്യത്തോടെ ആചരിക്കുന്ന ഷൂനോയോ പെരുന്നാളിലെ ഒരു ആരാധനാ ഗീതം നമുക്ക് ശ്രവിക്കാം. വാസുരഗീതം
ഷൂനോയോ ദി അസെൻഷൻ ഓഫ് സെൻറ് മേരി അഥവാ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ഷൂനോയോ നോമ്പ് ആചരണത്തോടു കൂടി ഓഗസ്റ്റ് 15 സഭ ആചരിക്കുന്നു. ദേവമാതാവിനെ പ്രത്യേക ബഹുമതികളോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് സഭാചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. സഭയിലെ കാനോനിക നോമ്പ് അല്ല എങ്കിലും ദേവമാതാവിൻ്റെ ജനന പെരുന്നാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള നോമ്പ് ആചരണത്തോടുകൂടി സെപ്റ്റംബർ 8 വിശ്വാസികളോടൊപ്പം സഭയും ആചരിക്കുന്നു. മലങ്കര സഭയുടെ വിശ്വാസപ്രകാരം യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാൾ മാത്രമാണ് നാം ആഘോഷിക്കുന്നത്. പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഓർമ്മ പെരുന്നാൾ ആണ് സഭ കൊണ്ടാടുന്നത്. അടുത്തതായി സഭ കൊണ്ടാടുന്നത് ഫീസ്റ്റ് ഓഫ് ഗ്ലോറിഫിക്കേഷൻ ഓഫ് സെൻറ് മേരി അഥവാ ദേവമാതാവിൻ്റെ പുകഴ്ച പെരുന്നാളാണ്. ഡിസംബർ 26 ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. മനുഷ്യരാശിയുടെ പാപങ്ങൾ മോചിക്കാനായി രക്ഷകനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കഷ്ടതകളും യാതനകളും സഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് നന്ദിയും പുകഴ്ചയും കരയേറ്റുവാനായി ഈ പെരുന്നാൾ ആചരിക്കുന്നു. ഇന്ന് നമ്മുടെ ദേവാലയം വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദൈവവിശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും ഉത്തമ വിത്തുകളായി നമുക്ക് പരിണമിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് കാവലും കോട്ടയും ആയിരിക്കുന്നതിനൊപ്പം കർത്താവായ യേശുമിശിഹായുടെ കരവിലയത്തിൽ ആയിരിക്കാനും അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും പെരുന്നാൾ മംഗളങ്ങൾ. നന്ദി, നമസ്കാരം.